നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ജ്ഞാനം ഭയം ഇല്ലാതെയാക്കും. അതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. കുട്ടിയോട് എന്തെങ്കിലും പഠിച്ചിട്ട് നാളെ വരണം എന്ന് ടീച്ചർ പറയുകയാണ്. പിറ്റത്തെ ദിവസം കുട്ടിക്ക് ക്ലാസ്സിൽ പോകാൻ പേടിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുട്ടി പഠിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റേജിൽ കയറാൻ ബുദ്ധിമുട്ട്. ഒരു ഡോക്ടർക്ക് ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ പേടി എന്താണ്? കാരണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. പേഷ്യൻ്റ് കോംപ്ലിക്കേഷൻ വന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയം. അപ്പോൾ ആ ഭയം കാരണം പ്രതികരണങ്ങൾ വരുന്നു. ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. എല്ലാവരും ജീവിതത്തിലുണ്ട്. നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കാൻ നോക്കുക. അതൊക്കെ ഭയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എക്സ്ക്യൂസസ് പറയുക, എനിക്ക് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അറിവ് ഉള്ള ഒരാളാണെങ്കിലും ഈ ഭയം എന്നുള്ളത് പോകുന്നില്ല. അതെപ്പോഴും നമ്മുടെ കൂടപ്പിറപ്പായിട്ടുണ്ട്. നല്ല ധനികനായ ഒരാൾക്കും ഭയമാണ്. കാരണം ഈ ധനം പോവോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഇൻഷുറൻസ് സ്കീംസിൽ ജോയിൻ ചെയ്തത്, പൈസ ലോക്കറിൽ അടച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡുകളെ വെക്കുന്നത്. ഈ സന്തോഷം പോവോ എന്നുള്ളൊരു പേടി. സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം. നമ്മളെപ്പോഴും പ്രഷർ നോക്കുന്നു, ഷുഗർ നോക്കുന്നു. പേടി കൊണ്ടാണ്, ശരീരത്തിലോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അപ്പോൾ പേടിയാണ്. പനി കുട്ടിക്ക് വന്ന പേടിയാണ്. എന്താണ് പനി വർദ്ധിച്ചിട്ട് കുട്ടി മരിച്ചു പോകും. ചാരുജി മഹാരാജ് പറയും ഭയത്തിൻ്റെ അടിസ്ഥാനം മരണഭയമാണെന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ മരണഭയത്തിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം ഭയമാണ്. വളരെ ക്ലിയറാണ്. അപ്പോൾ ശരിക്കും അറിവ് നേടുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഭയം ജീവിതത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് പരിചിതമാണോ അപരിചിതമാണോ എന്നുള്ള പ്രശ്നമല്ല. നമ്മൾ ധൈര്യത്തോടെ നേരിടാൻ തുടങ്ങുന്നു. ഒരു ഡോക്ടർ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞു. തനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരു പേഷ്യൻ്റ്, താൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു, കോംപ്ലിക്കേഷൻ വന്നു.
എങ്ങനെയാണ് നിർഭയനായിട്ട് നേരിടുക? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് അറിവ് എന്നാണ് ശരിക്കുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്, നോളജ്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് നമ്മളെ ഈ തരത്തിലുള്ളൊരു അറിവിലേക്കാണ് കൊണ്ടുപോകുന്നത്, യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് പെർഫെക്റ്റ് ലവ് കാസ്റ്റത്ത് ഫിയർ. സ്നേഹമുള്ളിടത്ത് ഭയമില്ലാണ്ടേ മാറും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഒരാൾ വരികയാണ്, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തതാണ്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു കാരണക്കാരനായിട്ടുണ്ടാവും. പക്ഷേ അടിസ്ഥാനമായിട്ട് ഇൻറ്റൻഷൻ സ്നേഹമാണെങ്കിൽ ഭയം ഉണ്ടാവില്ല. കാരണം അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നു. ഞാനും ഇതിൽ പാർട്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നു, നിങ്ങൾ അനുഭവിക്കുന്നു, ഞാനും അനുഭവിക്കുന്നു. നമ്മളിത് എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്, സ്നേഹത്തോട് കൂടിയിട്ട്. നമ്മൾ വൾണറബിളാണ് എന്നൊരു ബോധം അവർക്കും വരും. നമ്മൾ എല്ലാം ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് എതിർക്കാനുള്ള ടെൻഡൻസി കൂടിക്കൂടി വരും. ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും നമ്മുടെ കൺട്രോളല്ല. അപ്പോൾ വിജയങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. ഒരു സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യമാണ്. എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്നു, എല്ലാവരും മുമ്പിൽ നമ്മൾ ഭയങ്കര സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. അത് പോയാലും അപ്പം തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷന് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കാണില്ല. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും പേരാണ്, പ്രശസ്തി. പിന്നെ ഫേസ് ചെയ്യാൻ പേടിയാണ് തോറ്റു കഴിഞ്ഞാൽ. അപ്പോൾ ഈ തരത്തിലുള്ള ഈ ഭയം അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജയിക്കുമ്പോഴും നമ്മൾ ഹമ്പിളാണ്. അപ്പോൾ ഹ്യൂമിലിറ്റിയാണ് ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിദ്യാദദാതി വിനയം. വിനയമുണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ തോൽവികളിൽ നമ്മൾ ഭയപ്പെടില്ല. കാരണം തോൽവി വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും, ഇയാൾ വിജയിക്കുമ്പോൾ വല്ലാതെ ആഹ്ലാദിച്ച ആളല്ല, അഹംഭാവിയല്ല, സാരമില്ല, തെറ്റെല്ലാവർക്കും സംഭവിക്കാം, അയാൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് മഹാത്മാക്കൾ ഈ ലോകത്തെ കീഴടക്കിയത്. അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. ഈ അടുത്ത് രമണ മഹർഷിയുടെ കഥ വായിക്കേണ്ടായി. നടന്ന സംഭവമാണ്. രമണ മഹർഷി കയ്യിൽ മാലിഗ്നൻ്റ് ട്യൂമർ, സാർക്കോമ എന്നുള്ളൊരു അസുഖം വന്നിട്ടാണ് മരിച്ചത്. അതുപോലെ രാമകൃഷ്ണൻ പരമഹംസ ത്രോട്ട് ക്യാൻസർ പിടിച്ചാണ് മരിച്ചത്. അവർ വേദനിച്ച് ശരീരം ക്ഷയിച്ച് ഇമാഷിയേറ്റഡ് ആയിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ ആണ് അവർ മരിച്ചത്. പക്ഷേ ആൾക്കാർ അവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അവരുടെ ഈ തരത്തിലുള്ള ജീവിത പരാജയം എന്ന് നമ്മൾ പറയുന്നതിന് ആരും കാണുകൂടിയില്ല. ഒരു സാധാരണ ഒരാളാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, അയാൾ മരിക്കുന്നുണ്ടല്ലേ, അത്ര ദുരിതം അനുഭവിച്ചാൽ മരിച്ചത്, അതൊക്കെ തന്നെ വേണം. കാരണം എന്താണ്, വിജയത്തിൻ്റെ സമയത്ത് ആൾ വല്ലാണ്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞാനാണ് ചെയ്തത്. അപ്പോൾ ഞാനാണ് ചെയ്തതെന്ന് തോന്നുമ്പോൾ പരാജയപ്പെടുന്നത് ഞാൻ തന്നെയാണ്. നേരെ മറിച്ച് വിജയിക്കുമ്പോൾ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ, ആ സിംപ്ലിസിറ്റി, ലാളിത്യം ഉണ്ടെങ്കിൽ ഈ ഭൗതിക തലത്തിലെ പരാജയം അല്ല ശരിക്കും. ഇതിൻ്റെ പുറകിൽ, ഇദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു ഡയമെൻഷൻ ഉണ്ട്. അത് കാണാൻ ആൾക്കാർ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യമായിട്ട് കണക്ട് ചെയ്തിട്ട്, സ്നേഹമെന്ന യാഥാർത്ഥ്യമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. പഠിക്കുകയാണെങ്കിൽ ഭയമില്ലാണ്ടേ വന്നു. ഉള്ളതിൽ സംതൃപ്തരാവുക എന്ന് നമ്മൾ പറയും. ഉള്ളത് ശരിക്കും സ്നേഹം മാത്രമാണ്. എപ്പോഴും സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭയമില്ലാണ്ടേ മാറും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരുടെയും സഹായം സ്വീകരിക്കുക, സ്റ്റാഫിൻ്റെ സഹായം സ്വീകരിക്കുക. അവർ ചെയ്യുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആരെയും ഭരിക്കാൻ വന്നവരല്ല. അവരും പല കാര്യങ്ങളും ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്യുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ സമയമില്ലാത്തപ്പോൾ അവർ അത് ചെയ്യുന്നു. തിരിച്ചും അവർക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ഞാൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഹ്യൂമിലിറ്റി ഉണ്ട്. അതുമാതിരി ഒരു പേഷ്യൻ്റ് കടന്നു വരുമ്പോൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക. എനിക്ക് ചികിത്സിക്കാൻ തന്ന ഒരു അവസരം, എൻ്റെ അറിവ് ഉപയോഗിക്കാൻ ഈശ്വരൻ തന്നൊരു അവസരം, അത് വളരെ വിനയത്തോടു കൂടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് മനസ്സിലാവുന്നു, അദ്ദേഹത്തെ സഹായിക്കുക. കാരണം അവർക്ക് മനസ്സിലാവുന്നു, വയ്യാത്തൊരാൾക്ക് അറിയാം ഇതെന്തായാലും പഴയ പോലെ ആവില്ല എന്നവർക്കറിയാം. പക്ഷേ അത് ഡോക്ടർ അംഗീകരിക്കാം. ഇപ്പോൾ രമണ മഹർഷിയുടെ കാര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഡോക്ടർമാർക്കൊക്കെ പലർക്കും ഞങ്ങളിത് മാറ്റും, പലരും ട്രൈ ചെയ്തെന്ന് പറയുന്നുണ്ട്. അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി എല്ലാവരും ചെയ്തു, എല്ലാവരും ഫെയിൽ ചെയ്തു. അപ്പോൾ രമണ മഹർഷി ഈ ഒരു തത്വം പഠിപ്പിക്കാനാണ്, ജ്ഞാനത്തിൻ്റെക്കാളും ഉപരി നമ്മൾ സ്നേഹമാണ് ശരിക്കുള്ള ജ്ഞാനം. അതാണ് വേണ്ടത്. കാരണം സ്നേഹമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമുക്ക് തോന്നുകയാണ് എല്ലാം നഷ്ടപ്പെടുകയാണ്.
ഈ ഒരു തിരിച്ചറിവിലേക്ക് എഡ്യൂക്കേഷൻ നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം. അതാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ. എന്നെ സ്നേഹത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ, എനിക്ക് നിർഭയത്വം വരുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളിലും എനിക്ക് ധൈര്യത്തോടെ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ, ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളിലും എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ശാന്തമായിട്ട് കുറ്റബോധമില്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ ഞാൻ ശരിയായിട്ടുള്ള എഡ്യൂക്കേഷനിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.